സംസ്ഥാനത്ത് പലയിടത്തും മഴക്കെടുതികളും രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴ ജില്ലയിലാണ് ഒരു കാറ് പുഴയിലേക്ക് മറിഞ്ഞൊരു വാർത്തയും ദാരുണാന്ത്യം സംഭവിച്ച ഒരു വിവരവുമൊക്കെ പുറത്തു വരുന്നത്. ഇത്തരത്തിൽ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തുമായി പല രീതിയിൽ മഴക്കെടുതികൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുമ്പോഴാണ് മഴ മുന്നറിയിപ്പിലും മാറ്റമുണ്ടായിരിക്കുന്നത്. ഇന്നും നാളെയും കനത്ത മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഞായർ തിങ്കൾ ദിവസങ്ങളിൽ പല ജില്ലകളിലായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് ഓറഞ്ച് അലർട്ടുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഞായറാഴ്ച റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിങ്കൾ ദിവസങ്ങളിലായി റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ജില്ലകളിൽ 24 മണിക്കൂറിൽ 204.4 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യത മുന്നിൽ കണ്ടുവേണം മുന്നോട്ട് പോകാൻ. വടക്കൻ കർണാടകയ്ക്കും മറാത്തവാഡയ്ക്കും മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്. മറ്റൊരു ചക്രവാത ചുഴി വടക്കൻ തീരദേശ ആന്ധ്രാപ്രദേശിന് സമീപത്ത് മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നു. വടക്കൻ ഒഡീഷയ്ക്ക് മുകളിലും ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. കേരളത്തിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തന്നെ തുടരുകയാണ്. ഇക്കാരണം കൊണ്ട് തന്നെ ഇനിയുള്ള 5 ദിവസം കേരളത്തിൽ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ട് പോകണം. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതിതീവ്ര മഴ പെയ്തിറങ്ങുന്നത്. ഒപ്പം തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നിന്ന് ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത 3 മണിക്കൂറിൽ പ്രതീക്ഷിക്കാവുന്ന കാലാവസ്ഥാ പ്രവചനവും പുറത്തു വന്നിട്ടുണ്ട്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എല്ലാ ജില്ലകളിലുമാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും അതുപോലെ തന്നെ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും പുതിയ റഡാർ ചിത്രം അനുസരിച്ച് കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മിന്നൽ പ്രളയത്തിനുമുള്ള സാധ്യത കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ ഇടത്തേക്ക് മാറി താമസിക്കണമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇനി പകൽ സമയത്ത് തന്നെ ആളുകൾ മാറി താമസിക്കാൻ തയ്യാറാകണമെന്ന് പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. രാത്രികാലങ്ങളിലുള്ള മഴ തന്നെയാണ് വലിയ അപകടാവസ്ഥ വിളിച്ചു വരുത്തുന്നത്. സ്ഥിരമായി വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സാഹചര്യം തന്നെ വിലയിരുത്തി തയ്യാറാക്കപ്പെടുന്ന ക്യാമ്പുകളിലേക്ക്, ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് മാറണമെന്നാണ് അറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഏറ്റവും പ്രതീക്ഷ വെച്ച് മുന്നോട്ട് പോകേണ്ട പല അപകടങ്ങളും ആഘാതങ്ങളുമുണ്ട്. അതായത് പ്രധാന റോഡുകളിൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ട്, വാഹനങ്ങളിൽ ഉണ്ടാകുന്ന കാഴ്ചമങ്ങൽ എന്നിവയ്ക്ക് സാധ്യത ഉള്ളതുകൊണ്ട് ഗതാഗത കുരുക്കും അതുമൂലമുണ്ടാകുന്ന അപകടങ്ങളുമൊക്കെ പ്രതീക്ഷിക്കുക. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളക്കെട്ടും വെള്ളപ്പൊക്ക സാധ്യതയും ഒക്കെ തന്നെ കാണും. മരങ്ങൾ കടപുഴകി വീണാൽ വൈദ്യുതി തടസ്സം, അപകടം എന്നിവയിലേക്കൊക്കെ തന്നെ നയിച്ചേക്കാം. അത് വലിയ അപകടങ്ങളിലേക്ക് എത്തിച്ചേരും. വീടുകൾക്കും കുടിലുകൾക്കും ഭാഗിക കേടുപാടുകൾക്ക് സാധ്യത കൽപ്പിക്കുന്നുണ്ട്. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനുമുള്ള സാധ്യത മനസ്സിലാക്കി വേണം ഓരോ മേഖലയിലും, മലയോര മേഖലയിലടക്കം യാത്ര ചെയ്യാൻ. മഴ മനുഷ്യരെയും കന്നുകാലികളെയും പ്രതികൂലമായി ബാധിക്കാനും തീരപ്രദേശത്തെ സുരക്ഷിതമല്ലാത്ത ഘടനകൾക്ക് നാശനഷ്ടമുണ്ടാക്കാനുമുള്ള സാധ്യതയും വളരെ വലുതാണ്. അതുകൊണ്ട് ഈ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചു മുന്നോട്ട് പോകണം. ഗതാഗതം കാര്യക്ഷമമായി നിയന്ത്രിച്ച് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കി ആളുകളൊക്കെ തന്നെ സുരക്ഷിത മേഖലയിൽ തുടരാനായി അഭ്യർത്ഥിക്കുകയാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം, കാര്യങ്കോട്, ഉപ്പള, മെഗ്രാൽ, അതുപോലെ പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ, മണിമല, തിരുവനന്തപുരം ജില്ലയിലെ കരമന എന്നീ നദികളുടെ കരയിലുള്ളവരും പ്രത്യേകമായി ജാഗ്രത പാലിക്കാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കേന്ദ്ര ജല കമ്മീഷന്റെയും സംസ്ഥാന ജലസേചന വകുപ്പിന്റെയും നിർദ്ദേശം അനുസരിച്ച് ചില നദികളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാസർഗോഡ് നീലേശ്വരം നദിയിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. തിരുവനന്തപുരം കരമന, പത്തനംതിട്ട അച്ചൻകോവിൽ, മണിമല, കാസർഗോഡ്, കാര്യങ്കോട്, ഉപ്പള, മെഗ്രാൽ എന്നീ നദികളിലാണ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. യാതൊരു കാരണവശാലും ഈ നദികളിൽ ഇറങ്ങാനോ മുറിച്ചു കടക്കാനോ സാധ്യതയെ ഒരിക്കലും ശ്രമിക്കരുതെന്നും ഇവിടങ്ങളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നുമാണ് അറിയിച്ചിരിക്കുന്നത്. അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്നും മാറി താമസിക്കാനായി ജനങ്ങൾ തയ്യാറാകണം. ഇന്നും നാളെയും കേരളത്തിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയും അതുപോലെ 17-ാം തീയതി മുതൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും പറയുന്നുണ്ട്. ശക്തമായ കാറ്റിനെ നേരിടാനും വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് നോക്കിക്കാണേണ്ടത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങളും ജീവഹാനിയും ഉണ്ടാക്കുന്ന സംസ്ഥാന
സവിശേഷ ദുരന്തം തന്നെയാണ് ശക്തമായ കാറ്റെന്ന് പറയുന്നത്. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകിയും ചില്ലകൾ ഒടിഞ്ഞു വീണുമൊക്കെ അപകടമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാലും മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കാൻ പാടില്ല. മരച്ചുവട്ടിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയും അരുത്. വീട്ടുവളപ്പിലെ മരങ്ങളുടെ അപകടകരമായ രീതിയിലുള്ള ചില്ലകൾ വെട്ടി ഒതുക്കണം. അപകടാവസ്ഥയിലുള്ള മരങ്ങൾ പൊതുയിടങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിക്കണം. ഉറപ്പില്ലാത്ത പരസ്യ ബോർഡുകൾ, ഇലക്ട്രിക് പോസ്റ്റുകൾ, കൊടിമരങ്ങൾ തുടങ്ങിയവ ഒക്കെ തന്നെ കാറ്റിൽ വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കാറ്റും മഴയും ഇല്ലാത്ത സ്ഥലത്ത് അവ ശരിയായ രീതിയിൽ ബലപ്പെടുത്തി അഴിച്ചു വെക്കുകയോ ഒക്കെ തന്നെ ചെയ്യണം. കാറ്റും മഴയും ഉള്ളപ്പോൾ ഇതിന്റെ ചുവട്ടിലും സമീപത്തും ഒരു കാരണവശാലും നിൽക്കുകയോ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയോ അരുത്. ചുമരിലോ മറ്റോ ചാരി വെച്ചിട്ടുള്ള കോണി പോലെയുള്ളവ, കാറ്റിൽ വീഴാൻ സാധ്യതയുള്ള ഉപകരണങ്ങളും മറ്റു വസ്തുക്കളുമൊക്കെ കയറുപയോഗിച്ച് ബലപ്പിച്ച് കെട്ടിവെക്കണം. കാറ്റ് വീശി തുടങ്ങുമ്പോൾ തന്നെ വീടുകളിലെ ജനലുകളും വാതിലുകളും അടച്ചിടണം. ജനലുകളുടെയും വാതിലുകളുടെയും സമീപത്ത് ഒരിക്കലും നിൽക്കരുത്. വീടിന്റെ ടെറസിൽ നിൽക്കുന്നതും ഒഴിവാക്കണം. ഓലമേഞ്ഞതോ ഷീറ്റ് പാകിയതോ അടച്ചുറപ്പില്ലാത്ത വീടുകളിലോ താമസിക്കുന്നവർ മുന്നറിയിപ്പ് വരുന്ന ഘട്ടത്തിൽ അധികൃതർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് സുരക്ഷിതമായ കെട്ടിടത്തിലേക്ക് മാറി താമസിക്കണം. തദ്ദേശ സ്ഥാപനതല ദുരന്ത ലഘൂകരണ പദ്ധതി അനുസരിച്ച് കണ്ടെത്തിയിട്ടുള്ള ഇത്തരം ആളുകളെ റിലീഫ് ക്യാമ്പുകളിലേക്ക് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ മാറ്റാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും റവന്യൂ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളുമൊക്കെ മുൻകൈയെടുത്ത് പ്രവർത്തിക്കണം.